ശബരിമല വിഷയം CPM കൃത്യമായി പ്ലാനിങ്ങോടുകൂടി, അതായത് CPMന്റെ പ്ലാനിങ് സക്സസ് ആയി എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. അതായത് കടകംപള്ളിയെ ഇപ്പം അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ജയറാമിനെ ചോദ്യം ചെയ്യിപ്പിക്കാൻ വിളിക്കും എന്നൊക്കെയുള്ള വലിയ ഊഹാപോഹങ്ങൾ നിലനിൽക്കുകയാണ്. പപ്പൻ കയറി ഗോളടിച്ചു. പപ്പൻ പറയുന്നത് തന്ത്രിയാണ് ഇതുവരെ മെയിൻ ഒന്നിലും വരാതിരുന്ന തന്ത്രി ദേ വന്ന് കുഴിക്കകത്ത് വീണ് കിടക്കുകയാണ്. തന്ത്രി ഇന്നലെ പറഞ്ഞത് എനിക്കൊന്നും അറിയില്ല, എല്ലാം പപ്പനും ഉദ്യോഗസ്ഥരും ചേർന്നിട്ട് നടത്തിയതാണ്, ഞാൻ ദൈവഹിതം അനുസരിച്ചാണ് ഞാനെല്ലാം ചെയ്തത്, അല്ലാതെ എനിക്കിതിലൊന്നും അറിയില്ല എന്ന്. പക്ഷെ പത്മകുമാർ പറയുന്നു തന്ത്രി പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത് തന്ത്രിയാണ്. ഇതാണ് CPMന്റെ ഒരു ഒന്നൊന്നര ബുദ്ധി. ഇപ്പോഴാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത് കറക്റ്റ് ആയത്, ഞങ്ങളുടെ കൈകൾ ശുദ്ധം തന്നെയാണ്, നമ്മുടെ കൈകൾ ശുദ്ധമാണ് അല്ലേ? അതെ. അത് അപ്പോൾ അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞതാ. ഇപ്പോൾ തന്ത്രി രാജീവ് കണ്ഠരൻ കിടന്ന് പിടയ്ക്കുകയാണ്. തന്ത്രി രാജീവ് കണ്ഠരയുടെ തലയ്ക്കകത്ത് എല്ലാം കൂടെ കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു കൊണ്ടുവന്നത് നീ പിന്നെ സ്മാർട്ട് ക്രിയേഷൻസിലെ ചെന്നൈ ഓഫീസിലേക്ക് ഇത് കൊണ്ടുപോയത് നീ, സകലമാന ഉടാപ്പികൾക്കും കാരണം നീ തന്നെ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നത്. സകലമാന ഉടാപ്പികൾക്കും നേതൃത്വം വഹിച്ചത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം എന്താ പറയുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി എനിക്കറിയേയില്ല. നീ ഉണ്ണികൃഷ്ണനെ അറിയാമോ? ആവൂ, എനിക്കറിയാൻ വയ്യ. ഇതൊന്നുമല്ല. ഇപ്പോൾ ഉണ്ണികൃഷ്ണനും അതുപോലെ തന്നെ ശിവനും രുദ്രനും അതുപോലെ ശാസ്താവും ഒന്നും അല്ല ഇപ്പോൾ ഇവരുടെ ഈ പിന്നെ ഇറ്റിനറിയിലുള്ളത്, കാര്യപരിപാടിയിലുള്ളത്. ഉള്ളതിപ്പോൾ എന്ന് പറയുന്നത് സ്വർണം എങ്ങനെ ചെമ്പാക്കി മാറ്റാം, ചെമ്പ് എങ്ങനെ സ്വർണമാക്കി മാറ്റാം, അതുപോലെ വാജിവാഹനം എങ്ങനെ അടിച്ചു മാറ്റാം, ഇമാതിരി കാര്യങ്ങൾ. പിന്നെ യുണൈറ്റഡ് ബ്രൂവറീസിൻ്റെ കമ്പനി നൽകിയ സ്വർണം എങ്ങനെ അടിച്ചു മാറ്റാം, ഈ വക ഗവേഷണങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമായി. ഇവിടെ ഇപ്പോൾ പത്മകുമാറിൻ്റെ ചിരി ഇതിലായിരുന്നു എന്നും വ്യക്തമായി. പത്മകുമാർ പണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞു, ദൈവതുല്യരായി കണക്കാക്കുന്ന മനുഷ്യർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് സമ്മതിച്ചു. ആരാ ദൈവതുല്യരായിട്ട് പത്മകുമാർ കണക്കാക്കുന്നതെന്നല്ല അതിൻ്റെ വ്യംഗ്യം, മറിച്ച് ഭക്തജന സഹസ്രങ്ങൾ ദൈവതുല്യനായിട്ടും കണക്കാക്കുക ഈ തന്ത്രി എന്ന് പറയുന്ന കുന്ത്രിയെ. അപ്പോൾ തന്ത്രമെല്ലാം പത്മകുമാറിൻ്റെ കയ്യിലും ഇപ്പോൾ പഴി കേൾക്കേണ്ടി വരുന്നത് രാജീവ് കണ്ഠരരുമാണ്. ഇവരെയൊക്കെ അമിതമായിട്ട് അങ്ങ് കയറി ആരാധിക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ. ദേവഹിതമനുസരിച്ചാണ് ഞാൻ കാര്യങ്ങൾ ചെയ്തതെന്നാണ് ഇപ്പോൾ രാജീവ്. എന്തു ദേവഹിതടോ? ഭക്തരെ കഴിഞ്ഞ ദേവഹിതം. നിങ്ങളാര്? ദൈവത്തിൻ്റെ പ്രതിപുരുഷനോ ദൈവത്തിൻ്റെ പ്രവാചകനോ? അങ്ങനൊരു സങ്കല്പമൊന്നും ഹിന്ദുമതത്തിലില്ല, ഒരു തന്ത്രിക്കുമില്ല, ഒരു സ്ഥപതിക്കുമില്ല. ചുമ്മാ കള്ളത്തരങ്ങളാണിതൊക്കെ. ദൈവം എവിടെയാണ്? ഹൃദയത്തിലാണ്, മാനവ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിലാവുള്ളത്. അതിനെ ഒന്ന് മൂർത്തമായി കാണാൻ വേണ്ടിയാണ് ഈ ക്ഷേത്രങ്ങൾ. അവിടെ തന്ത്രി കുന്ത്രി ഇതിനൊന്നും ഒരു കാര്യമില്ല. ക്ഷേത്ര നിർമ്മാണത്തിലുണ്ടാവാം, അതിൻ്റെ രൂപമാതൃകകൾ സൃഷ്ടിക്കുന്നതിലുണ്ടാവാം. കാരണം അതിലൊരു ശാസ്ത്രമുള്ളത് കൊണ്ടാണിത്. അല്ല ദൈവത്തിനോട് അടുത്താണ് ഈ കള്ളം കാണിക്കുന്നവരൊക്കെ പെടുന്നതെന്ന് പറഞ്ഞാൽ അതിന് യാതൊരു സാങ്കത്യവുമില്ല. അങ്ങനെ ശുദ്ധരായിട്ടുള്ള മനുഷ്യർ എവിടെ ഉള്ളിൽ തന്ത്രിയാവണമെന്നല്ല, ബ്രാഹ്മണനാവണമെന്നല്ല, ക്ഷത്രിയനാവണമെന്നല്ല, ഏത് മതത്തിൽപ്പെട്ടവനായാലും ശരി, ചണ്ടാളനായാലും ശരി, അവൻ ശുദ്ധ മനസ്സോടുകൂടി ചെയ്യുന്നതിന് ദൈവം കാണും. ദൈവം തീർച്ചയായിട്ടും അവനിൽ കുടികൊള്ളും. എല്ലാ മനുഷ്യരും ദൈവം കുടികൊള്ളുന്നു, ശുദ്ധാത്മാക്കളായിട്ടുള്ള എല്ലാ മനുഷ്യരുടെ മനസ്സിലും. ഇതാണ് നമ്മുടെ സങ്കല്പം. അതാണല്ലോ തത്വമസി എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ചൊരു തന്ത്രിക്കും മന്ത്രിക്കും അതുപോലെ തന്നെ നമ്പൂതിരിമാർക്കും ഒന്നും ഒരു സ്ഥാനവും കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ പൂജ ചെയ്യുന്ന ആൾ അയാളുടെ കർമ്മം നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അയാളെ പ്രതിപുരുഷനായിട്ട് കാണുന്ന നമ്മുടെ ആ രീതി മാറ്റണം. നമുക്കൊരൊറ്റയാൾ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കാണപ്പെട്ട ദൈവം തന്നെയാണ്. ഈ വിശ്വാസം മാറണം. അത് തന്ത്രിക്കും അതുപോലെ തന്നെ കീഴ്ശാന്തിക്കും മേൽശാന്തിക്കും എത്രമാത്രമാണ് ദക്ഷിണ നമ്മൾ വാരിക്കൊള്ളുന്നത്. ഇത് കൊള്ളയാണ് പല ശാന്തിമാരെ സംബന്ധിച്ചിടത്തോളം. ഇഷ്ടക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം അവർ ഓരോരുത്തർക്കും കിട്ടുന്ന ഭക്തി അങ്ങോട്ട് പൂണ്ടിട്ട് ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ട് കണക്കാക്കി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാണിക്ക് ഒരിടത്തും അർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനൊക്കെ മുകളിലാണ് ദൈവം എന്ന് പറയുന്നത്. ആ ഒരു വിശ്വാസം അങ്ങോട്ട് ഉറച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ കള്ളത്തരങ്ങളെല്ലാം അവിടെ നിൽക്കും. ഈ പണം കണ്ടിട്ട് ശർക്കരയ്ക്ക് ചുറ്റും അല്ലെങ്കിൽ ചക്കപ്പഴത്തിന് ചുറ്റും ഈച്ച പറക്കുന്ന പോലെ പറക്കുകയാണ് ഈ രാഷ്ട്രീയക്കാർ. ഇപ്പം തന്ത്രപരമായിട്ട് കുടുക്കിയത് കണ്ടോ? ശുദ്ധാത്മാവായിട്ടുള്ള രാജീവ് കണ്ഠരര്. അപ്പോഴേ ഞാനും ഇത് പറയും, കുറച്ച് പൈസ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള വിചാരമേ ഉള്ളൂ. കള്ളത്തരം കാണിച്ച് ആരെയും കൊടുക്കണമെന്ന് അയാൾക്ക് മോഹം കാണില്ല, വലിയ മോഹം കാണത്തില്ല. കിട്ടുന്നത് ഇങ്ങ് പോരട്ടെ എന്നൊരു തോന്നലേ കാണത്തുള്ളൂ. അതിനു വേണ്ടി ചെയ്ത് എന്താ അദ്ദേഹം പറയുന്നത്? എന്തുവാ? ദേവഹിതമനുസരിച്ച്. ഈ ദേവഹിതം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ മാറ്റി വെക്കണം കേട്ടോ.
എന്തോന്ന് ദേവഹിതം? ദേവൻ്റെ ഹിതം എന്താണ്? മര്യാദയ്ക്ക് നമ്മൾ 41 ദിവസത്തെ നോയമ്പ് നോറ്റ് അത് മനസ്സിൽ ഈശ്വരനെ വിചാരിച്ചുകൊണ്ട് പോകണം. അതിനപ്പുറമൊന്നുമില്ല, ഒരു ദൈവഹിതവുമില്ല. ചുമ്മാതെ കുറേ സാമ്പ്രദായിക തന്ത്ര മന്ത്ര കുന്തങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈശ്വരനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈശ്വരൻ ലയിക്കുകയാണ്, നമ്മിലേക്ക് ലയിക്കുകയാണ്. ഈശ്വരൻ അവിടെ വന്ന് ശബരിമലയിൽ ലയിച്ച പോലെ അവിടെ ലയിക്കുകയാണ്. ഇതെന്നാണ് നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും ഇത് തന്നെയാണ് പറയുന്നത്. ബ്രഹ്മം, ആ ബ്രഹ്മം എന്ന് പറയുന്നതാണെല്ലാം. ആ ബ്രഹ്മത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ നടത്തുന്നത്. മരണം എന്ന് പറയുന്നത് മരണമല്ല, അത് ബ്രഹ്മത്തിൽ നമ്മൾ ലയിച്ചു ചേരുകയാണ്. അതാണ് അതിൻ്റെ തത്വം. അതിൽ നിന്നാണ് അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ ഉണ്ടാകുന്ന വാക്കുകൾ ഉണ്ടാകുന്നത്. ശാസ്ത്രീയമായിട്ട് ഏറെക്കുറെ അത് ശരിയാണ്. ഒരു ഊർജ്ജവും ഒരിക്കലും നശിക്കുന്നില്ല. ആ ഊർജ്ജം ഉണ്ടാവും. ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, ഊർജ്ജം അവിടെ തന്നെ ഉണ്ടാവും. ഊർജ്ജത്തിന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല. ചേതന, ചൈതന്യം, അത് ഊർജ്ജം തന്നെയാണ്. അതാണ് അതിൻ്റെ ശാസ്ത്രീയവും ഏറ്റവും മഹത്തായ വശവും. മറ്റൊരു മതങ്ങൾക്കും ഇല്ലാത്ത ഒരു സാധനമാണത് ശാസ്ത്രീയത. മനനവും ഗവേഷണവും നടന്ന് ഏകാന്ത തപസ്സിലിരുന്ന് ധ്യാനിച്ചു കൊണ്ടുണ്ടാക്കിയത്. പുതിയ ശാസ്ത്രങ്ങൾ, ക്വാണ്ടം ഫിസിക്സ് ഒക്കെ ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് പോകുന്നത്. തന്ത്രിയാണ് മന്ത്രിന്, അങ്ങനൊരു ദിവ്യൊന്നുമില്ല നമുക്ക്. അങ്ങനെ ഒരു ഇടനിലക്കാരൻ നമുക്ക് വേണ്ട, അപകടമാണത്. അതുകൊണ്ട് ഇവിടെ രാഷ്ട്രീയക്കാരനും വേണ്ട. അവിടുന്ന് ഡീലിംഗ് ചെയ്യണം. രാഷ്ട്രീയത്തിൽ നിന്നൊരു ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞൊരു വകുപ്പും അതിനൊരു മന്ത്രിയും ഒരു രാഷ്ട്രീയക്കാരനും ഈ പരിപാടി ഇനി വേണ്ട. എല്ലാം കള്ളന്മാരാണ്. കള്ളത്തരത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? അധികാരം കിട്ടുമ്പോൾ. അധികാരം കൊണ്ട് പത്മകുമാർ ഇയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരിക്കുക, അല്ലെങ്കിൽ തന്ത്രി പത്മകുമാറിനെ കൊണ്ട് ചെയ്യിപ്പിച്ച. രണ്ടായാലും സംഗതി കുഴപ്പം തന്നെ. മനസ്സിലായി? രണ്ടായാലും കുഴപ്പം തന്നെ. ഇത് രണ്ടുപേരും നമുക്ക് വേണ്ട. പത്മകുമാർ സാധാരണ ഒരു ഉദ്യോഗസ്ഥനാണ്, ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ശബരിമലയിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ അയ്യപ്പനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരാൾ തന്ത്രിയാണ്. ഇത് കൊണ്ടുപോകണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡ് എടുത്താലും പറ്റില്ല എന്ന് തീർത്ത് പറയാനുള്ള അവകാശം തന്ത്രിക്കുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് രാജീവ് കണ്ഠരൻ അത് പറഞ്ഞില്ല? നമുക്കാരെയും പേടിക്കണ്ടാത്തത് കൊണ്ട് പറഞ്ഞ സത്യാവസ്ഥ ഞാൻ പറയും. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കോമൺ സെൻസിന് വളരെ കോലമെടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വാദങ്ങളും പ്രതിവാദങ്ങളും അതൊന്നും വേണ്ട. ഇപ്പം സംഭവിച്ചിരിക്കുന്നത് പത്മകുമാറിനോട് കടകംപള്ളി പറഞ്ഞിട്ടുണ്ട്. പത്മകുമാർ അതിന് കുറ്റങ്ങളെല്ലാം കൂടി ഇപ്പോൾ രാജീവ് കണ്ഠരയ്ക്ക് ചേർത്ത് കൊടുത്തിരിക്കുക. മനസ്സിലായില്ലേ? ഇവരെയൊക്കെ സേവിക്കാൻ നടക്കുന്ന ഈ രാജീവ് കണ്ഠരനെയും പറയണം മുഖ്യമന്ത്രി. ഇയാൾ ദൈവത്തെയാണ് ആരാധിക്കുന്നതെങ്കിൽ ആരെയും ഭയക്കരുത്. അവിടെ പോയിട്ട് ആഗോള സംഗമത്തിന് വിളക്കളിക്കാൻ ഏത് ദേവഹിത പ്രകാരമാണോ അത് ചെയ്തത്? ഒരു തന്ത്രി പോയിരിക്കുന്നു. നിങ്ങൾ ദേവഹിത പ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളോട് ഏത് ദേവഹിതമാണ് പറഞ്ഞത്? നിങ്ങളവിടെ പോയി വിളക്ക് കത്തിക്കാൻ ആഗോള സംഗമത്തിന്, കള്ളന്മാരുടെ സംഗമത്തിന് ആര് പറഞ്ഞിട്ടാ? ചുമ്മാ ഉടായിപ്പുകളൊന്നും പറയരുത്. തന്ത്രിയാണെങ്കിൽ തന്ത്രിയായിട്ട് തന്നെ ഇരിക്കണം, സന്യാസിയായിട്ടിരിക്കണം, പരിവ്രാജകനായിട്ടിരിക്കണം. അല്ല ഭൗതിക മോഹങ്ങളും വെച്ചൊന്നും നടക്കരുത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്ന ഈ ഒരു വകുപ്പ് വേണ്ട, അത് കേന്ദ്രമാണ് നടപടിയെടുക്കേണ്ടത്. കേരളത്തിന് വിശ്വാസമില്ലാത്ത നാസ്തികന്മാരെ ഭരിക്കുന്ന ഒരു വകുപ്പ് ദേവസ്വം ബോർഡ്. അവിടെ ശബരിമലയുടെ അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇവനൊക്കെ എന്തോ വിശ്വാസം ഉണ്ടായിട്ടാണ് ഈ വകീങ്ങളൊക്കെ പറയുന്നത്. ഇതൊരു തരം കളിയാക്കലല്ലേ, നമ്മളെ പുച്ഛിക്കലല്ലേ? അയ്യപ്പനെന്ത് ഇവർക്ക് വിശ്വാസമുണ്ടോ? ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഏതെങ്കിലും മതത്തിൻ്റെ ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ചുമ്മാ കാവളിപ്പിക്കൽ. ദൈവം എന്ന് പറഞ്ഞു ദൈവത്തിൽ വിശ്വാസമില്ലാതെ ദൈവം എന്ന് പറഞ്ഞു നടക്കുക. ദേവഹിതമെന്നും പറഞ്ഞു മറ്റോ. ദേവഹിതം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാത്ത ഹിതത്തിൽ കൂടുതൽ ഒരു ഹിതവും അവർക്കറിയത്തില്ല. ഈ പരിപാടിയെല്ലാം അങ്ങ് നിർത്തിയെങ്കിലേ പറ്റൂ. വാസ്തവത്തിൽ അവിടെ വേണ്ടത് മലയരയന്മാരാണ് അവിടെ വിളക്ക് കത്തിച്ചിരുന്നത്, പൂജകൾ ചെയ്തിരുന്നത്, പൂജാവിധികൾ. അവരെ തന്നെ ഏൽപ്പിക്കണം, അവരെ ശാക്തീകരിക്കണം. അതാണ് ദൈവത്തിൻ്റെ ഇച്ഛ. അല്ലാതെ കുറേ കൂടിയ സവർണവർഗ്ഗക്കാരെ അവിടെ കൊണ്ട് കുടിയിരുത്തുക എന്നുള്ളതല്ല. അവരെ കണ്ടല്ലോ, ഇപ്പോൾ അതിൻ്റെ ദൂഷ്യങ്ങൾ കണ്ടല്ലോ. മനസമാധാനമായിട്ട് ഭക്തന് അവിടെ പോകാൻ പറ്റത്തില്ല. വേദനയോട് കൂടിയാണ് മല ചവിട്ടുന്നത്. ഇപ്പം അത് ദേവഹിതമാണോ അത്? അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഈ ഉടായിപ്പുകളൊന്നും ഇനി അധികകാലം വേണ്ട. മലയരയന്മാർ അവരുടെ ആവശ്യമാണ്, അവർ ആവശ്യപ്പെടുന്ന കാര്യം. മലയരയന്മാർ തന്നെ അവിടെ പൂജാവിധികൾ യഥാവിധി ചെയ്യണം. അവരുടെ ഹിതമാണ് ദേവഹിതമെന്ന് പറയുന്നത്. അവരെ ശാക്തീകരിക്കണം നമുക്ക്. അവരെ കള്ളത്തരത്തിലേക്ക് പോയാൽ അവരെയും മാറ്റാം നമുക്ക്. അപ്പോൾ ആ രീതിയിലുള്ളൊരു സംവിധാനം, വനവാസികളുടേതായിട്ടുള്ള ഒരു ക്രമം അവിടെ ഉണ്ടാകണം. പൂജാവിധികൾ ഉണ്ടാകണം. എന്തായാലും പൂജാവിധികൾ വേണമല്ലോ. ഇപ്പോൾ ശുദ്ധരായിട്ടുള്ള കള്ളത്തരങ്ങൾ വലുതായിട്ടൊന്നും പഠിക്കാത്ത ഇവരെ അത് ഏൽപ്പിച്ചാൽ, ഭൗതികവാദത്തിൽ വിശ്വസിക്കാത്ത ഇവരെ ഏൽപ്പിച്ച, 100% ഭക്തി ഉള്ളവരെന്ന് തെളിയിക്കപ്പെട്ട ആൾക്കാരെ, അതിനെന്തെങ്കിലും സംവിധാനം വേണം. ഈശ്വരനിൽ വിശ്വാസമുള്ളവരെ മാത്രമല്ല, കള്ളന്മാരെ, സ്വർണത്തിൽ വിശ്വാസം ഉള്ളവരെ അല്ല നമുക്ക് അവിടെ വേണ്ടത്. ആ രീതിയിലുള്ള ആൾക്കാരെ വെച്ചുകൊണ്ടുള്ള സംവിധാനങ്ങളാണ് വേണ്ടത്.
അത് ഭക്തന്മാർ തീരുമാനിക്കണം. ഭക്തന്മാർക്ക് അതിലൊരു അവകാശം ഉണ്ടായിരിക്കണം. അല്ല CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഒരവകാശവും അവിടെ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ അത് നശിച്ചു, തീർന്നു, ജീർണിച്ചു, അവസാനിച്ചു. അതുപോരാ നമുക്ക്. കണ്ടില്ലേ ഇപ്പം എന്തെല്ലാം കുഴപ്പങ്ങളാണ്. സ്ത്രീകളെ കയറ്റാൻ പോകുന്നു. ഇപ്പം കൊണ്ടുവന്ന് തന്ത്രിയുടെ തലയിലും വെച്ച് കൊടുത്തല്ലോ, എല്ലാം നടത്തിച്ചിട്ട്. ഇങ്ങനെ അതിനെ നാണക്കെടുത്തുകയല്ലേ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചൊവ്വേ നേരെ കൊണ്ടുപോകാൻ കഴിയാഞ്ഞതുകൊണ്ട് തന്ത്രി പറഞ്ഞപ്പോൾ കേൾക്കാനിരിക്കുകയാണോ നിങ്ങൾ? ഈ തന്ത്രിയിൽ എന്തൊരു വിശ്വാസം, തന്ത്രി ദൈവമാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ? സവർണ മേധാവിത്വം എന്നല്ലേ നിങ്ങളത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് കയറി പത്മകുമാറിനൊരു വിശ്വാസം കയറി വന്നത്. എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വന്നതിന് എന്തോ വേണം? നിങ്ങളുടെ വീട്ടിൽ പലരും വരും. എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് തന്ത്രി. അപ്പോൾ അത് നിങ്ങൾ തമ്മിലുള്ള കൂട്ടുകെട്ടും കൊല്യൂഷനും അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? നിങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് നടത്തിയത്. ഒരു സംശയമില്ല. പത്മകുമാറിനും പങ്കുണ്ട്, തന്ത്രി രാജീവ് കണ്ഠരർക്കും പങ്കുണ്ട്. എല്ലാവർക്കും ഇതിനകത്ത് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നതിൽ നിങ്ങളെല്ലാം കൂടെ ചേർന്ന് ഭക്തരെ ചതിച്ച, അവരെ വഞ്ചിച്ച ഒരു സംഭവമായി. സംശയം വേണ്ട.